മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഇല്ല. ഉണ്ടോ എന്ന് അറിയില്ല, ഉണ്ടോ എന്ന് അന്വേഷിക്കാം. സിനിമയിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് രണ്ട് വാക്കുകളാണ്: അഡ്ജസ്റ്റ്മെന്റ്സ്, കോംപ്രമൈസ്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ അതിജീവിതർ പറഞ്ഞ മൊഴികളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തള്ളിക്കളഞ്ഞ സംഘടനകൾക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. മലയാളത്തിന്റെ മാസ്റ്റർ സ്റ്റോറി ടെല്ലർ 1983 തന്നെ പറഞ്ഞു വെച്ചൊരുത്തരം: തുറന്നുകാട്ടൽ. സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന് അംഗീകരിക്കാൻ പോലും സാധിക്കാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ KG ജോർജ് അന്നേ പറഞ്ഞു വെച്ചു പോയത്. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. സിനിമയെക്കുറിച്ച് ഒരു സിനിമ എടുക്കണം. ഉദയനാണ് താരവും ജിഗർദണ്ഡയും വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡും ഒക്കെ ആർത്ത് ഉല്ലസിച്ച് ആഘോഷിച്ച തലമുറയാണ് നമ്മൾ. സിനിമയുണ്ടാകുന്നതിലെ സ്ട്രഗിൾ, അതിന്റെ ഹൈ തരുന്ന കഥാന്ത്യം, സിനിമ എന്ന ബിഗ് ക്യാൻവാസ് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ടു നടക്കുന്നവർക്ക് എത്രയോ പ്രിയപ്പെട്ടതാകുന്ന സിനിമകൾ. കോടമ്പാക്കത്ത് സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന എത്രയോ കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു. അതൊരു നൊസ്റ്റാൾജിയ പോലുമാണ്, ഒരുപക്ഷെ സിനിമയിൽ ഇല്ലാത്തവർക്ക് പോലും. എന്നാൽ KG ജോർജ് സിനിമയെക്കുറിച്ചൊരു സിനിമ മലയാളിയെ കാണിച്ചപ്പോൾ ലഭിച്ചത് സിനിമാറ്റിക് ഹൈയോ സിനിമയുടെ മാജിക്കോ അല്ല. ഏറ്റവും റിയലിസ്റ്റിക്കായ, വേദനിപ്പിക്കുന്ന, പേടിപ്പിക്കുന്ന തുറന്നുകാട്ടലാണ്. സിനിമയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ഭീകരമായ ചൂഷണങ്ങൾ. കോടമ്പക്കത്തേക്ക് കയറി ചെല്ലുന്ന ഒരു സ്ത്രീക്കും പുരുഷനും പറയാനുള്ളത് ഒരേ തരത്തിലുള്ള കഥകളാകുമോ? എന്തായാലും ലേഖ എന്ന ശാന്തമ്മയ്ക്ക് പറയാനുള്ളത് നൊസ്റ്റാൾജിയല്ല. അവർ കാണുന്ന ജീവിതങ്ങളോ അവരുടെ തന്നെ ജീവിതമോ ഒരു കൗമാരക്കാരി ജീവിക്കേണ്ടതല്ല. ആകാശത്തിലെ താരങ്ങളൊന്നും തിളങ്ങുന്നില്ല എന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് പോലെ KG ജോർജ് മുന്നോട്ട് വെച്ച ലേഖയ്ക്ക് അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ഒരുപാട് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ലേഖയുടെ മരണത്തിന് കാരണം പോലും അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കാണ്. ലേഖയ്ക്ക് മാത്രമല്ല, പുഷ്പയ്ക്കും വാസന്തിക്കും ഒന്നും മറിച്ചല്ല. ഏജന്റുമാർ കീറിക്കളയുന്ന പേജുകൾ മാത്രമായി കണക്കാക്കപ്പെടുന്ന ജീവിതങ്ങൾ. പാഷനും പ്രതിഭയും എത്രയേറെ ഉണ്ടെങ്കിലും ലേഖയ്ക്കോ പുഷ്പയ്ക്കോ ഒന്നും തന്നെ അവർ അർഹിക്കുന്ന സ്നേഹം പോലും ലഭിച്ചിട്ടില്ല എന്നത് ആ കാഥികൻ പറഞ്ഞു വെക്കുന്നുണ്ട്. താരശോഭയിൽ മങ്ങിപ്പോകുന്ന കാഴ്ചകൾ, ഉൾക്കാഴ്ചകൾ, ആരെയും ഉയർത്താനും തളർത്താനുമുള്ള പേനകൾ കൊണ്ട് നടക്കുന്ന ഗോസിപ്പുകാർ, പിമ്പുകൾ തുടങ്ങി ഷാജിയൻ കരുണിന്റെ ക്യാമറയിൽ പതിയുന്നത് തിളക്കമില്ലാത്ത കാഴ്ചകളാണ്. ഡോക്യുമെന്ററി ഭാഷയിൽ തുടങ്ങുന്ന ചിത്രം സാങ്കല്പികമല്ല ആ ജീവിതങ്ങൾ എന്ന പറച്ചിലൂടെയാണ്. ലേഖ ശോഭയിൽ നിന്ന് ജനിച്ചതാണ്. എത്ര പേർ ഇന്ന് ശോഭയെ ഓർക്കുന്നുണ്ട്? എന്തിന് ശോഭ ആത്മഹത്യ ചെയ്തു? അതിന് പല ഉത്തരങ്ങൾ പലപ്പോഴായി വന്നിട്ടുണ്ട്. പലരായി പലത് പറഞ്ഞിട്ടുണ്ട്. ശോഭയുടേത് ആത്മഹത്യയോ കൊലപാതകമോ എന്നതുപോലും ചോദ്യമാണ്. തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ 18-ാം വയസ്സിൽ വിട പറഞ്ഞ ശോഭയ്ക്ക് ഇന്നും എന്താണ് നീതി? ശോഭയുടെ ജീവിതം ശോഭയുടേത് മാത്രമാകിലും ലേഖയുടെ കഥ, ലേഖയുടെ മരണം ലേഖയുടേത് മാത്രമല്ല. പേരറിയാത്ത, മുഖമറിയാത്ത ഒരുപാട് പേരുടെ ഫ്ലാഷ് ബാക്കുകളാണ്. KG ജോർജ് പറഞ്ഞു വെച്ചതും ഇന്നത്തെ മലയാള സിനിമയിൽ ഒരു കൂട്ടം സ്ത്രീകൾ പൊരുതി നേടുന്നതും അവർക്കു കൂടെയുള്ള നീതിയാണ്.